കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം കോൺഗ്രസിന്റെ പ്രതികരണം ഇതായിരുന്നു: അമ്പയെ പരാജയപ്പെട്ടുപോയി. അങ്ങനെ ഈ കാപട്യം കാണിക്കാൻ പിണറായി സർക്കാർ ഒരുങ്ങി, അത് തിരിച്ചറിയപ്പെട്ടു. അമ്പയെ പരാജയപ്പെട്ടു പോയി ആ സംഗമം എന്നാണ് കോൺഗ്രസ് സർക്കാരിന്റെ പരിപാടിയെ വിശേഷിപ്പിച്ചത്. ഇന്ന് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തെ എങ്ങനെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്? 20-ാം തീയതി നടന്ന സംഗമം അത് ആഗോള അയ്യപ്പ സംഗമമായിരുന്നില്ല, അത് ആളില്ല അയ്യപ്പ സംഗമമായിരുന്നു. കാരണം വിശ്വാസമില്ലാത്തവർ നടത്തുന്ന സംഗമം, ആ സംഗമത്തിൽ യഥാർത്ഥ വിശ്വാസികളൊന്നും വന്നില്ല. അവിടെ വന്നതാരാന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡിലെ കുറേ ജീവനക്കാർ, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ടാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ആ പരിസരത്തുള്ള സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർ, പിന്നെ അയ്യപ്പ ഭക്തർ എന്ന പേരിൽ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന പേരിൽ ചില ആളുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ വാസവൻ നമ്മളോട് പറഞ്ഞത് എത്രയാ, 52 വിദേശ പ്രതിനിധികൾ, അല്ല 152 വിദേശ പ്രതിനിധികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന്. ഇതാരൊക്കെയായിരുന്നു വിദേശത്തു നിന്ന് വന്നവരെന്നൊന്നും നമ്മളാരും കണ്ടുമില്ല, നമ്മളോട് പറഞ്ഞുമില്ല. ഏതായാലും അവസാനം കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു 621 ആളുകൾ മാത്രമാണ് ഇവർ ഈ പറഞ്ഞ സംഗമത്തിൽ അവിടെ പങ്കെടുത്തത്. ബാക്കിയൊക്കെ പന്തൽ കെട്ടാൻ വന്നവരോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരോ ആയി ഒക്കെ വന്നിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് കഴിഞ്ഞ സംഗമത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ 20-ാം തീയതിത്തെ സംഗമം, സംഗമം നടത്തുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞത് എന്താ, ശബരിമലയുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി സംഗമം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. എന്താ ശബരിമലയുടെ ആവശ്യം? ഞാൻ പ്രാഥമികമായിട്ട് ഇതിനെക്കുറിച്ചൊരു പഠനവും എൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു ഒരു അക്കാദമിക് ഇതിൽ ശബരിമലയ്ക്ക് വേണ്ട ഒന്നാമത്തെ വികസനം എന്താണ്? ഒന്നാമത്തെ വികസനം നീലിമ യാത്രാ സൗകര്യം. കാരണം ഞാനോ അല്ലെങ്കിൽ ഇവിടെ അനിൽ വിളയിലോ നമ്മുടെ ജയചന്ദ്രൻ മാഷോ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ നമുക്ക് സുഗമമായി പമ്പയിലെത്തണം. യാത്രാ സൗകര്യം അതാണ് ഒന്നാമതായിട്ട് ഗവൺമെൻറ് വർദ്ധിപ്പിക്കേണ്ടത്. യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ചതിന് ശേഷം നമ്മൾ പമ്പയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം, അതാണ് രണ്ടാമത്തെ കാര്യം. പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സൗകര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. വിശ്രമിക്കുക. അതിനുശേഷം പിന്നെ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള അവൻ്റെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഇതോടുകൂടി പമ്പയിൽ എത്തിച്ചേരുന്ന അയ്യപ്പന്മാർ അവർ സംതൃപ്തരാകുക ഏകദേശം. പിന്നെ മുകളിലേക്കുള്ള മലകയറ്റമാണ്. അവർക്ക് സുഗമമായിട്ട് കുടിവെള്ളം കിട്ടണം, ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. മുകളിലേക്ക് പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കണം. നമ്മൾ ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ആവശ്യം എന്താ? സുഗമമായ ദർശനം. അവിടുത്തെ അഭിഷേകങ്ങളും കാര്യങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നടത്തിക്കഴിഞ്ഞാൽ ദർശനവും നടത്തി അയ്യനെ കണ്ട് തൊഴുത് ഭക്തന്മാർ തിരിച്ചു പോരും. ഇതാണ് ശബരിമലയുടെ ആവശ്യമായിട്ടുള്ളത്. ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ്റെയും വിജയൻ സ്വാമിയുടെയും വാസവൻ സ്വാമിയുടെയും പടം വെച്ച് അയ്യപ്പനെ താഴെ വെച്ച് ഈ ഹോർഡിങ്സുകൾ ഇറക്കി ഒരു സംഗമവും നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ആളില്ല അയ്യപ്പ സംഗമമായി 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത സംഗമം വന്നിരിക്കുന്നു. ആ സംഗമത്തെ കോൺഗ്രസ് കാണുന്നത്, നീലിമ തെറ്റിദ്ധരിക്കരുത്, അത് അനാവശ്യ സംഗമമാണ്. ആദ്യത്തേത് ആളില്ലാ സംഗമമാണ് എങ്കിൽ ആളിന്റെ കാര്യമല്ല, രണ്ടാമത്തെ സംഗമം അത് അനാവശ്യ. എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഇത് അനാവശ്യ സംഗമമാകുന്നത്? അങ്ങ് തന്നെ പറഞ്ഞു ശബരിമലയിൽ അത്യാവശ്യം വേണ്ടത് വികസനമാണ്. നമുക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സംവിധാനങ്ങൾ വേണം. അതായത് സുഗമമായ ഒരു ദർശനം സാധ്യമാകണം. അതിനുവേണ്ടി വികസനമാണ് വേണ്ടത്. ആ വികസനമാണ് ഇന്നത്തെ ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഉണ്ടായത്. അതിൻ്റെ ഒരു വളരെ കൃത്യമായ അതിൻ്റെ മുഴുവൻ സമയവും ഭൂരിഭാഗം സമയവും ചെലവഴിക്കപ്പെട്ടത് വികസന ചർച്ചകളിലാണ്. അപ്പോൾ താങ്കൾ തന്നെ പറയുന്നുണ്ട് വികസനം വേണമെന്ന്. പക്ഷേ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പുറത്ത് സംഗമം നടത്തുമ്പോൾ അത് അനാവശ്യമാണെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വ്യഗ്രത. അതെന്തുകൊണ്ടാണ്?
ശബരിമലയുടെ വികസനത്തിന് സംഗമങ്ങളല്ല ആവശ്യം. ശബരിമലയുടെ വികസനത്തിന് എന്താണ് വേണ്ടത് എന്ന് ഇവിടെ അനിൽ വിളയിരിക്കുന്നു, VHPയുടെ പ്രതിനിധിയായിട്ട്. അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചു. കാരണം അദ്ദേഹത്തിനറിയാം, അദ്ദേഹം നിരവധി പ്രാവശ്യം ശബരിമല ദർശനം നടത്തിയിട്ടുള്ള ഒരു അയ്യപ്പനാണ്, അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അനുഭവത്തിൽ നിന്ന് പറയും. എന്നോട് ചോദിച്ചാൽ ഞാൻ അനുഭവത്തിൽ നിന്ന് പറയും. കാരണം ഞാൻ ദർശനം നടത്തുമ്പോൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന്. അത് തന്നെയാണ് ജയചന്ദ്രൻ മാസ്റ്ററോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംഗമം നടത്തി ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ശബരിമലയുടെ യഥാർത്ഥ പ്രശ്നം എന്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇടതുപക്ഷം നടത്തിയ സംഗമത്തിലെ ഏറ്റവും വലിയൊരു പോരായ്മ അവർ പറയുന്നത് ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റും എന്നുള്ളത്. നീലിമ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കൊടുങ്കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാ ക്ഷേത്രങ്ങളും നാഗരികതയുമായിട്ട് ബന്ധപ്പെട്ടാണ്, ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇരിക്കുന്നത്. അയ്യപ്പ ക്ഷേത്രങ്ങൾ ഇത് മാത്രമല്ല. പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട 5 അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. അച്ചൻകോവിൽ, അയ്യപ്പൻ കോവിൽ, ആര്യങ്കാവ്, അതുപോലെ തന്നെ ശബരിമല, കൊളത്തൂപ്പുഴ. ഇതൊക്കെ ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെതായ വിശ്വാസമാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വിലക്കിയിട്ടില്ല, നിയന്ത്രണമേ ഉള്ളൂ. 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ പോകരുത് എന്നുള്ള നിയന്ത്രണമേ ഉള്ളൂ. അത് ആ കൊടുങ്കാറ്റിലെ അമ്പലമാണ്. ആ അമ്പലത്തിൽ അവിടെ ആഗോള എന്താ പറയുക, പിൽഗ്രീം സെന്റർ ആക്കേണ്ട ഒന്നല്ല ശബരിമല. കാരണം കല്ലും മുള്ളും കാലുക്കും എത്തയാക്കി ആ കൊടുങ്കാറ്റിലേക്ക് ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാര് അത് ശബരിമലയുടെ ഖ്യാതി കേട്ടറിഞ്ഞു വരുന്നവരാണ്. ഞാൻ തമിഴ്നാടിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ഒരാളും കൂടിയാണ്. ഞങ്ങളുടെ ആ അതിർത്തി പ്രദേശം കമ്പംമെട്ട് കടന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഗ്രാമങ്ങളിലെ അയ്യപ്പന്മാരെല്ലാം വരുന്നത്. അവരാരും ഇന്നത്തെ പന്തളം സംഗമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് നടന്ന പമ്പാ സംഗമത്തെക്കുറിച്ചോ ഒന്നും അവർ അറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ശബരിമല സീസൺ ആകുമ്പോഴേക്കും കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ 41 ദിവസത്തെ വ്രതമെടുത്ത് ബഹുഭൂരിപക്ഷം ആളുകൾ നടന്നു വരുന്നു. ഇനി അല്ലാത്തവർ വാഹനത്തിൽ വന്നു കഴിഞ്ഞാൽ അവര് നടപ്പാതയിൽ കൂടെ പോകാൻ കഴിയുന്നവര് പന്തളത്ത് വന്നു കഴിയുമ്പോൾ അങ്ങനെ പോകുന്നു, അല്ലാത്തവർ ദർശനം നടത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ശബരിമലയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് സാധാരണ വിശ്വാസികളാണ്. അവന്റെ മനസ്സിലാണ് അയ്യപ്പൻ. ആ മനസ്സിൽ അയ്യപ്പനെ കൊണ്ടു നടക്കുന്ന വിശ്വാസികൾ അവർ അയ്യപ്പ സന്നിധിയിൽ അയ്യപ്പനെ തേടിയെത്തും. കാനനവാസനായ അയ്യപ്പനെ അവര് തേടിയെത്തും. അതുകൊണ്ട് അവിടെ ഇപ്പം എന്താ പറയുക, ടൂറിസം സർക്യൂട്ട് നടത്തുകയോ അതല്ല എങ്കിൽ ആ രീതിയിലുള്ള ഒരു വികസനമല്ല, മറിച്ച് അവിടെ ഭക്തി നിർഭരമായ സാഹചര്യത്തിൽ ദർശനം നടത്താനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത്.